Hello guys, welcome back to my channel. So, ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. സോ ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് കാതറിൻ. ഓക്കെ, ഞാനിവിടെ കാനഡയിലാണുള്ളത്. എന്തൊക്കെയൊക്കെ താഴെ പോകുന്നു. ഞാനിവിടെ കാനഡയിലാണുള്ളത്. ഇവിടെ ഒരു സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12:30 ആവും. നോർമലി ഇവിടെ ഉള്ളവരെല്ലാം എണീറ്റ് വരുമ്പോൾ ഉച്ചയാവും. അപ്പം ഞങ്ങളിവിടെ രാവിലെ ആയിട്ടാണ് ഉച്ചയ്ക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ രാവിലെ എണീറ്റപ്പോൾ ഇവിടെ മുഴുവൻ റൂം ഫുള്ള് വെളിച്ചമാണ് ഭയങ്കര. അപ്പം ഞാൻ വെച്ചിട്ട് എന്നെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജനലിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, സ്നോ 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 സ്നോ. യാ ഗൈസ്, നമുക്കറിയാം, നമുക്ക് പകുതി ആൾക്കാർ സ്നോ കാണാത്തതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും സ്നോ കാണാൻ, അല്ലേ? സോ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ കാണുന്നത് സ്നോഫാളാണ് ഗൈസ്, സ്നോഫാൾ. സോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആക്ച്വലി എൻ്റെ റൂമിലെ വിൻഡോയിലെ വ്യൂ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കണ കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടോ, ഇത് അകത്തെ ചൂട് കാരണം ഇവിടെ മുഴുവൻ ഇത് കണ്ടോ, വെള്ളമാണ് ആക്ച്വലി. സ്നോ ഇത് കണ്ടോ, താഴ്മഴ. ഇതെന്നെ ആക്ച്വലി വീടിൻ്റെ സൈഡാണ്. ആ വീടിൻ്റെയൊക്കെ മേളിൽ കണ്ടോ, റൂഫ് ടോപ്പിൽ കണ്ടോ എന്തോ സ്നോ ആണ്. അത്ര മാത്രം ഉണ്ട് ഇന്നത്തെ ഇവിടുത്തെ സ്നോ. കുറേ നാൾക്ക് ശേഷം, മീൻസ് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സ്നോ കാണുന്നതെന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ്. സോ ഇന്ന് ഞാൻ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് അറിയാം. നമ്മളിന്ന് പുറത്തേക്ക് പോകുന്നു, സ്നോയിൽ ചാടുന്നു, കുറച്ച് സ്നോ ബോൾസ് ഒക്കെ ഉണ്ടാക്കുന്നത് അറിയുന്നു, നമ്മൾ എൻജോയ് പറ്റും. ഓക്കെ, ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ ഗെറ്റപ്പ്. ജാക്കറ്റ് ഫുൾ കോസ്റ്റ്യൂമിനാണ്. ഇതെന്നെ ഇവിടെ എൻ്റെ കൂട്ടുകാരിയാണ്. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ ഞാനിവിടെ ഫുൾ കോസ്റ്റ്യൂമിലൊക്കെയാണ് നിൽക്കുന്നത്. ജാക്കറ്റൊക്കെ ഇട്ട്, ബൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെൻ്റെ കൂട്ടുകാരിയാണ്. ഹായ് പറയോ. യെസ്, ഞങ്ങൾ ഇന്ന് കോളേജിലേക്ക് പോവുകയാണ് ഗൈസ്. സോ ഞാനിവിടെ ചേച്ചി പോവാം. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഇത്രയും സ്നോ ആണ്. തള്ളി മാറ്റി. ഭയങ്കര കാറ്റാണ് ഗൈസ്, ഭയങ്കര കാറ്റാണ്. ഇത് കണ്ടോ, നമ്മൾ ഇറങ്ങുമ്പോഴേ കാറിന് കുഴിഞ്ഞു പോണ സ്റ്റെപ്പാണ് ഇവിടെ. പക്ഷെ കാണാൻ പോലും പറ്റത്തില്ല, ഇത്രയധികം സ്നോയാണ്. ആദ്യമായിട്ടാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വരുന്നത്. കണ്ടോ, ഇതൊരു ഞങ്ങളുടെ വണ്ടിയാണ്. ഇതുവരെ മുങ്ങിക്കിടക്കുവാണ് ഇവിടെ. അയ്യോ, നമ്മളിങ്ങനെ കുഴിച്ച് വേണം ഇറങ്ങി വരാൻ. ചേച്ചി ഹായ് പറയൂ. ചേച്ചി ക്ലാസ്സിൽ പോകുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആദ്യമായിട്ടാണ് ഇത്രയധികം സ്നോ പെയ്യുന്നത്. അത് കണ്ടോ, ഞാൻ ഇവിടെ സ്നോ കയ്യിലെടുത്ത് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, ഇവിടെ ചുറ്റുപാടും ഭയങ്കര തണുപ്പാണ് ആക്ച്വലി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും സ്നോ കാനഡയിൽ പെയ്യുന്നത്. സോ ഇപ്പോഴും ഭയങ്കര കാറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ വണ്ടി പുറത്തേക്ക് എടുക്കണം. വണ്ടി പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഈ സ്നോ എല്ലാം കോരി കാണണം. ഇവിടെ ചേച്ചി ഷവലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്നോ എല്ലാം വാരി കാണണം. ഒരു കൊട്ട സ്നോ ഉണ്ട്. പക്ഷെ നമുക്കിത് വെച്ചാൽ ഞാനൊരു വ്ളോഗ് കൂടെ ഇറക്കുന്നതാണ് സ്നോമാനെ ഉണ്ടാക്കുന്നത്. ഞങ്ങളപ്പോൾ ഈ വർഷം തോണ്ടി കളയാനാണ് നടത്തിയത്. അതുപോലെ കായ്സ്, ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട്. ഹേ ബേസു, സേ ഹായ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്നിവിടെ സ്നോയുടെ ഇതെല്ലാം തോണ്ടി കളയാൻ പോകുന്നത്. എന്നാലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഞാൻ കാറ്റുള്ള ചെറിയ ഷോപ്പ്. ഭയങ്കര കാറ്റാണ് ഗൈസ്, ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഫ്രീസ് ആവുകയാണ്. പെട്ടെന്ന് നമ്മളിതെല്ലാം തോണ്ടിക്കളഞ്ഞാൽ ഗൈസ്. അവിടെ കണ്ടോ, ഇവിടെയുള്ള പിള്ളേർക്കൊന്നും ഇതൊരു തണുപ്പേ അവർ സ്നോയിൽ കിടന്ന് കളിക്കുകയാണ് രാവിലെ മുതൽ. സോ ഞങ്ങൾ തോണ്ടിക്കളയുകയാണിത്. നമ്മളിങ്ങനെ എത്ര നേരം തോണ്ടിക്കളഞ്ഞാലേ പോകത്തുള്ളൂ. നല്ല തണുപ്പാണ് ഇവിടെ. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ സൈഡിലെ മണ്ണെല്ലാം ഒരുമാതിരി കളയാൻ ശ്രമിച്ചു, പക്ഷേ പോയില്ല. വണ്ടി ഓണാക്കി റിമോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി വണ്ടിയുടെ മേളിലും കളഞ്ഞു കുറച്ച്. നല്ല കട്ടിക്കാണുള്ളത്. കണ്ടോ, ദേ അമ്മ ഇതാണ് എൻ്റെ കൂടെയുള്ള. അയ്യോ, ഇതാണ് ഇവന്മാരുടെ പ്രശ്നം. ഇവന്മാർ നമുക്കെന്നൊരു ബോൾ ഉണ്ടാക്കാം. നമുക്കിങ്ങനെ ബോൾ ഉണ്ടാക്കാം. നേരെ ഓ ഇവന്മാര് ഞാൻ സ്നോ മാറ്റാൻ വേണ്ടി പ്രത്യേകമായി വിളിച്ചതാണ്. കുറച്ചേരം ഞാൻ വേണ്ടി ചെയ്യാം.
ഒരാൾ താഴെ വീണിരിക്കുന്നത് ഞങ്ങൾ ഇത്ര ഉന്തി ഇറക്കി. എടാ തള്ള വണ്ടി ഇത്ര ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇറക്കണം. തള്ളിക്കടാന്ന് സിറ്റുവേഷനാണ്. ഇതൊരു ഇതിനും തള്ളണം, ഇറക്കണം. അല്ല ഞങ്ങളിങ്ങനെ വണ്ടി ഒന്ന് ഇറക്കി കയറ്റി തിരിച്ച് ഡ്രൈവേ ക്ലീൻ ചെയ്യുകയാണ്. പക്ഷെ നമുക്ക് തന്നെ ഈ ഫുട്പാത്തിലല്ല, അതും കൂടെ ക്ലീൻ ചെയ്യണം. മെല്ലെ അപ്പം കഷ്ടമായി കഠിനാധ്വാനം ചെയ്യിക്കുകയാണ് ഗൈസ്. ഗൈസൊക്കെ ഏറി എറിഞ്ഞ് എന്നാൽ ജിമ്മിൽ പോകുന്നതിൻ്റെ ഗുണങ്ങൾ കാണാനുണ്ട് ഇവിടെ. ഇപ്പം വിജ്ഞാനെ ഒരാളിവിടെ ചുമ്മാ നോക്കൊണ്ടിരിക്കുന്നത്. പണിയെടുത്ത ആളാണിത്. പിന്നെ വെതർ അയ്യോ സോറി ഗൈസ്, നിങ്ങൾ സൈൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.